ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക ക്രമക്കേട് നിറഞ്ഞതാണെന്ന് മുസ്ലിം ലീഗ്. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടിയിൽ പ്രതീക്ഷയെന്ന് റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. NH ബൈപ്പാസിൽ പാറമ്മലിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. നടുവണ്ണൂർ പെരവച്ചേരി കോളോത്ത് താഴെ നടപ്പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ നിവേദനം. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക ക്രമക്കേട് നിറഞ്ഞതാണെന്ന് മുസ്ലിം ലീഗ്. വ്യാജ വോട്ടർമാരുടെ പിൻബലത്തിൽ ഭരണം നിലനിർത്താനാണ് CPM ശ്രമമെന്നും ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ പറഞ്ഞു. ഒരു വീട് നമ്പറിൽ 300-ലധികം വോട്ടർമാർ, വീട് നമ്പർ ഇല്ലാത്ത വോട്ടുകൾ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിഷയം. വളരെ ഗൗരവമായ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടും നമ്മുടെ കോർപ്പറേഷനിലും ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണ സഹിതം തെളിവുകൾ സഹിതം വോട്ടർ പട്ടികയോട് കൂടിയാണ് നിങ്ങൾക്കിവിടെ ഈ റിലീസ് ഞങ്ങൾ തരാൻ പോകുന്നത്. ആവശ്യമായത് ചേർക്കാനും കൊള്ളിക്കാനും CPM-നും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവസരം ഈ രാജ്യത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഇലക്ഷൻ കമ്മീഷന്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ഒത്താശയോടും കൂടിയാണ് കാര്യങ്ങളൊക്കെ കേരളത്തിലുടനീളം നടക്കുന്നത്. ഇതൊരു ജില്ലയിലോ കോർപ്പറേഷനിലോ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. നമ്മുടെ കേരള സംസ്ഥാനത്ത് വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ നടത്തിയതാണ്. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി പട്ടിക ശുദ്ധീകരിച്ചില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. അതിർത്തി മാറി വന്നത് 100 കണക്കിന് വോട്ടുകളാണ്. ചില ഡിവിഷനുകളിൽ 500-ലധികം വോട്ടുകൾ അതിർത്തി മാറി. ഒരു വീട്ടിലെ വോട്ടുകൾ വ്യത്യസ്ത ഡിവിഷനുകളിലും ബൂത്തുകളിലുമായി പരന്നു കിടക്കുന്നു. ഇത് കാരണം വോട്ടർ പട്ടിക കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 2020 കോഴിക്കോട് കോർപ്പറേഷനിലെ 12 ഡിവിഷനിൽ UDF പരാജയപ്പെട്ടത് 500-ൽ താഴെ വോട്ടിനാണ്. അതിർത്തി മാറ്റി വന്ന വോട്ടർമാരുടെയും വ്യാജ വോട്ടർമാരുടെയും പിൻബലത്തിൽ അധികാരം നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, സെക്രട്ടറി TT ഇസ്മായിൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടിയിൽ പ്രതീക്ഷയെന്ന് റെയിൽ യൂസേഴ്സ് അസോസിയേഷനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും. തെരുവുനായ ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ നിവേദനം നൽകി. റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും നിവേദനത്തിലൂടെ പരിഹാരം തേടിയത്. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരുവുനായ ആക്രമണം നിയന്ത്രിക്കുന്നതിന് ഊർജിത നടപടികൾ ആരംഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതായി MDC പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി പറഞ്ഞു. എല്ലാവരെയും കാണുകയും നിവേദനം നൽകുകയും അതിന് വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും എടുക്കാൻ നിർദ്ദേശം നൽകുകയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മറുപടി ലഭിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. A. പ്രദീപ്കുമാർ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവരെല്ലാം പെട്ടെന്ന് കാണാനും ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. വളരെ അനുകൂലമായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിലേറെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. റോട്ടിൽ ഇറങ്ങാൻ നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക്, പ്രായമായവർക്കുള്ളത്. അതിനോടൊപ്പം തന്നെ നിരവധി റോഡപകടങ്ങൾക്കും ഈ തെരുവുനായ ക്രോസ് ചെയ്യുന്നുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഇതിന് അടിയന്തര പരിഹാരം നിർദ്ദേശിച്ച എല്ലാവരെയും യാത്രക്കാരുടെ പേരിലും
സംഘടനകളുടെ പേരിലും നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. തെരുവുനായ വന്ധ്യകരണം പുരോഗമിക്കുകയാണെന്നും വിവിധ ജില്ലകളിൽ ABC സെന്ററുകൾ നിർമ്മിക്കുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതുൾപ്പെടെ നിയമലംഘനങ്ങൾക്ക് കർശന നടപടികൾ എടുക്കാൻ തദ്ദേശ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയതായും നിവേദനത്തിനുള്ള മറുപടിയിൽ പറഞ്ഞു. CRUA ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് C. ചാക്കുണ്ണി, വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവരാണ് നിവേദനം സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി A. പ്രദീപ് കുമാറുമായും ഭാരവാഹികൾ ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NH ബൈപ്പാസിൽ പാറമ്മലിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. ഈ ആവശ്യം ഉന്നയിച്ച് പ്രദേശവാസികൾ NH ഓഫീസിനു മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പാറമ്മൽ പുതുക്കോട് പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പാറമ്മൽ പുതുക്കോട് അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2018 മുതൽ നാട്ടുകാർ സമരരംഗത്താണ്. പ്രധാനമന്ത്രി, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, MP മാർ, കേരള മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ബന്ധപ്പെട്ട MLA മാർ, വകുപ്പുതല ഉദ്യോഗസ്ഥന്മാർ മുതലായവരുടെ ശ്രദ്ധയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ധാരാളം നിവേദനങ്ങൾ നൽകിയിട്ടും നിരന്തര സമര പരിപാടികൾ നടത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് ഇതേവരെ ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പിലെ NH ഓഫീസിനു മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP വാസുദേവൻ സമരഭടന്മാരെ ഷോൾ അണിയിച്ച് ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ K. ജിജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൺവീനർ K. കൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ AV അനിൽകുമാർ, M. വാസുദേവൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ C. രാവുണ്ണിക്കുട്ടി, വിജയൻ മംഗലത്ത്, കൃഷ്ണൻ റോയൽ, അജയൻ പുല്ലാല, CV ഉഷ, MM രാധാകൃഷ്ണൻ, C. വേണുഗോപാൽ, ലത്തീഫ് വാഴക്കാട്, KM വേണുഗോപാൽ, AP ദാമോദരൻ, പ്രദീപൻ അമ്പാളിൽ, ദാമോദരൻ മഞ്ചക്കൽ മുതലായവർ പ്രസംഗിച്ചു. എഴുത്തുകാരൻ EP പവിത്രൻ പഞ്ചായത്ത് പ്രസിഡന്റിന് നാരങ്ങാനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടുവണ്ണൂർ പെരവച്ചേരി കോളോത്തുതാഴെ നടപ്പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ നിവേദനം. പെരവച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വാർഡ് മെമ്പർക്ക് നിവേദനം നൽകിയത്. കോട്ടൂർ പഞ്ചായത്തിലെ അത്തൂനിദേവി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന പെരവച്ചേരി കേളോത്തുതാഴെ നടപ്പാതയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് പെരുവച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വാർഡ് മെമ്പർ KP മനോഹരന് നിവേദനം നൽകി. നടപ്പാതയുടെ മുകളിൽ പുല്ല് നിറഞ്ഞത് കാരണം സ്കൂളിൽ ഇതുവഴി എത്തുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്.
പെരവച്ചേരിയിൽ നിന്ന് സംസ്ഥാന പാതയായ പുതിയപുറത്ത് എത്തിച്ചേരാൻ കാൽനടയാത്രക്കാർക്ക് ഒരു എളുപ്പമാർഗമാണ് ഈ നടപ്പാത. കൂടാതെ പെരവച്ചേരി വയലിൽ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനും കർഷകർക്ക് ഏറെ പ്രയോജനമാവും. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ KP മനോഹരൻ പറഞ്ഞു. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ T ഗിരീഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി NC ആനന്ദൻ, M ലനിത കുമാരി, PTA പ്രസിഡന്റ് A ജാസ്മിൻ, വൈസ് പ്രസിഡന്റ് N ഉമേഷ്, SSG ചെയർമാൻ VK ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K രാജീവ് ഉദ്ഘാടനം ചെയ്തു. കോട്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയവും എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലും സംയുക്തമായി കൂട്ടാലിട ഉമ്മൻചാണ്ടി ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K രാജീവൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK അഖിൽ അധ്യക്ഷത വഹിച്ചു. T അതുല്യ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KSU സംസ്ഥാന കമ്മിറ്റി അംഗം അർജുൻ പൂനത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK ചന്ദ്രൻ, KSU മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു അണിയോത്ത്, വിഘ്നേഷ് കൂട്ടാലിട, ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയം PRO മനോജ് M നായർ, ഡോക്ടർ PS വിഘ്നേഷ്, മലബാർ ഹോസ്പിറ്റൽ, നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ ശ്രീജ വിശ്വനാഥൻ, ഡോക്ടർ K ഷഹീജ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും ചെയ്തു. 300ഓളം രോഗികളെ പരിശോധന നടത്തി രോഗനിർണയം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊവിഡൻസ് കോളേജിൽ നടന്ന പുരാരേഖകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. പ്രദർശനം മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി MC വസിഷ്ഠ് ഉദ്ഘാടനം ചെയ്തു. പ്രൊവിഡൻസ് വുമൻസ് കോളേജ് ചരിത്ര വിഭാഗം കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സ് വകുപ്പിന്റെ സഹകരണത്തോടെ കോളേജിൽ പുരാരേഖകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഏതാണ്ട് 70ഓളം രേഖകൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. മിക്ക രേഖകളും മലബാറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്രദർശനം ഡോക്ടർ MC വസിഷ്ഠ് ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സുസ്മിത അധ്യക്ഷത വഹിച്ചു. അംന, അനാമിക എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് പ്രൊവിഡൻസ് വുമൻസ് കോളേജിലെ ചരിത്ര വിഭാഗവും റീജിയണൽ ആർക്കൈവൽ കോഴിക്കോടും സംയുക്തമായി നടത്തിയ മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആധികാരികമായ രേഖകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലോക്കൽ ഹിസ്റ്ററി പ്രോജക്റ്റുകൾ രചിക്കാൻ ഉപകാരപ്രദമായ രേഖകളാണ് ഇവ. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു എക്സിബിഷൻ, ആർക്കൈവ്സ് ഡോക്യുമെന്റിന്റെ ഒരു എക്സിബിഷൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമായി. അപ്പോൾ ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന് നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൊളിച്ചെഴുതണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. CMP 40ാം ജന്മവാർഷിക ദിനവും K ചാത്തുണ്ണി അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൊളിച്ചെഴുതണമെന്നും പണം കൊടുത്തു വോട്ട് ചെയ്യിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. CMP 40ാം ജന്മവാർഷിക ദിനവും K ചാത്തുണ്ണി അനുസ്മരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CP ജോൺ. ചാത്തുണ്ണി മാസ്റ്റർ മാർക്സിസത്തെക്കുറിച്ചും അതുപോലെയുള്ള ഗൗരവമായ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചാൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഷിഫാനെ പോലുള്ള വിദ്യാർത്ഥികൾ അമ്പരക്കുന്നുണ്ടാകാൻ 6 മണിക്കൂർ തുടർച്ചയായി സംസാരിക്കും. 6 മണിക്കൂർ തുടർച്ചയായി സംസാരിച്ചാലും തളരാതെ വീണ്ടും സംശയങ്ങളുണ്ടോ എന്ന് ചോദിച്ച് മാർക്സിസത്തിന്റെ അകവും പുറവും രാഷ്ട്രീയത്തിന്റെ ഉൾക്കാമ്പും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ചാത്തുണ്ണി മാഷെ പോലെ പ്രഗത്ഭരായ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും വലിയ ചാത്തുണ്ണി മാസ്റ്റർ എന്ന് ഞാൻ പറയില്ല എങ്കിൽ പോലും ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ അഗ്രഗണ്യരായ ഒരു ഡസൻ പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ചാത്തുണ്ണി മാസ്റ്റർ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ P ഷിഫാന, വൈസ് ചെയർപേഴ്സൺ നഹിയ ബിർറ, വൈസ് ചെയർമാൻ AC മുഹമ്മദ് ഇർഫാൻ, കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഫ്വാൻ ഷമീം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CMP ജില്ലാ സെക്രട്ടറി P ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, RMP സംസ്ഥാന സെക്രട്ടറി N വേണു, CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ, കോഴിക്കോട് ഏരിയ സെക്രട്ടറി A അബ്ദുൽ അസീസ്, CMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് മണക്കടവ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ICDS അർബൻ 4 സിൽവർ ജൂബിലി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് അംഗനവാടി ജീവനക്കാരുടെ സംഗമവും കലാപരിപാടികളും നടന്നു. ICDS സിൽവർ ജൂബിലി ആഘോഷവും അർബൻ 4 പരിധിയിലെ 25 വർഷം പൂർത്തീകരിച്ച അംഗനവാടി ജീവനക്കാരുടെ സംഗമവും കൗൺസിലർ കൊല്ലരത്ത് സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്ക് മാർഗദർശികളായിരുന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. അംഗനവാടി വർക്കർ പ്രമീള ബേബി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ P സെറീന, അർബൻ 4 CDPO രശ്മി രാമൻ, റിട്ടയർഡ് പ്രോഗ്രാം ഓഫീസർ P വാസു, റിട്ടയർഡ് CDPO M നരേന്ദ്രൻ, AK റീന, NB ഷൈനി, C സരിത എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ 25 വർഷം വളരുമ്പോൾ നമ്മൾ ഏറ്റവും ശിശുക്കളായി ഇരിക്കുമ്പോൾ നമ്മൾ നടക്കാൻ പഠിപ്പിച്ചത് ICDSലെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിച്ച ആളുകളെ കൂടെ വിളിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്തതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും അടിത്തറ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാഠങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലായിരിക്കും. ഈ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഓരോരുത്തരും ഓരോ അംഗനവാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ഉണ്ടാക്കാനും അതിലേക്കുള്ള പോപ്പുലേഷൻ തിട്ടപ്പെടുത്തുന്നത് മുതൽ അവിടേക്കുള്ള സേവനങ്ങൾ എന്തൊക്കെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നത് മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും എങ്ങനെ നമ്മൾ ഈ ഒരു ICDS പ്രസ്ഥാനം തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയും ചർച്ചയും മുതൽ അതിന്റെ പഠനവും അങ്ങനെ കണ്ട് നിങ്ങളാക്കിയെടുത്ത ഒരു വളരെ ഉറച്ച പ്രതലത്തിൽ അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അധ്യാപകരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിനെതിരെ സമരം ചെയ്യുമെന്ന് HSSTA സംസ്ഥാന ട്രഷറർ M റിയാസ്, ജില്ലാ പ്രസിഡന്റ് P മുജീബ് റഹ്മാൻ എന്നിവർ പറഞ്ഞു. ആദ്യഘട്ടമെന്ന നിലയിൽ 14 ഉച്ചയ്ക്ക് 2 RTD ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത വിഷയത്തിൽ ഇടപെട്ട അധ്യാപകനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു.
പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാപഠന ഗവേഷണ അവതരണ സംഘം വാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാരത്നം അവാർഡ് കലാമണ്ഡലം സത്യവ്രതൻ, മാധ്യമരത്നം അവാർഡ് PT നിസാർ, സാംസ്കാരിക രത്നം മരണാനന്തര ബഹുമതി പത്മൻ പന്തീരങ്കാവ്, മഹിളാ രത്നം PP സാബിറ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. 22 വൈകിട്ട് 5 ടൗൺ ഹാളിൽ നടക്കുന്ന പാട്ടുകൂട്ടം വാർഷികാഘോഷ ലോക ഫോക്ലോർ ദിനാഘോഷ ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ജൂറി ചെയർമാൻ വിൽസൺ സാമുവേൽ, പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര എന്നിവർ പറഞ്ഞു. മജീഷ് കാരയാട്, ശ്രീവത്സൻ M മാവിളിക്കടവ്, സജീവ് മൊകവൂർ എന്നിവരെ ആദരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക ക്രമക്കേട് നിറഞ്ഞതാണെന്ന് മുസ്ലിം ലീഗ്. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടിയിൽ പ്രതീക്ഷയെന്ന് റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. NH ബൈപ്പാസിൽ പാറമ്മലിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. നടുവണ്ണൂർ പെരവച്ചേരി കോളോത്ത് താഴെ നടപ്പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ നിവേദനം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.